ഓർമ്മിപ്പിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഓർമ്മകളാണല്ലേ. പുൽക്കൂടുണ്ടാക്കൽ, ക്രിസ്മസ് കേക്ക്, പാതിര കുർബാന, പിന്നെ പുൽക്കൂട്ടിൽ പോയി ഉണ്ണീശോയെ കാണുക, അങ്ങനെ അങ്ങനെ. പക്ഷേ ക്രിസ്മസിനെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് പാട്ടും കൊട്ടും ഡാൻസും മേളവും ഒക്കെയായുള്ള ആ ക്രിസ്മസ് ക്യാരളിംഗ് ആണ്. ഇത്തവണ ഞങ്ങൾ സെയിന്റ് ജോൺസ് വാർഡിലെ ക്രിസ്മസ് ക്യാരളിംഗും അതിലെ ചില ക്യാരക്ടേഴ്സിനെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇവരിൽ പലരെയും നിങ്ങളും പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. എല്ലായിടത്തെയും പോലെ ഞങ്ങളുടെ വാർഡിലുമുണ്ട് ഒരു ചേട്ടൻ. ആളുടെ കൺട്രോളിലാണ് എല്ലാ കാര്യങ്ങളും. അവിടുത്തെ മെയിൻ സ്ട്രീറ്റിൽ നിന്ന് നേരെ റൈറ്റ് 4ാമത്തെ വീട്. ഇത് നിങ്ങൾ നമ്മളെ സമയത്ത് തുടങ്ങണ്ടേ? ഇനിയിപ്പോ 4 വീട് കൂടെ ഉണ്ട്. അടുത്ത വീട് നമുക്ക് വീട്ടിൽ കയറേണ്ട ഇത്ര സമയമായില്ലേ? അവിടെ നിങ്ങളൊന്ന് ഇറങ്ങിയാൽ പിള്ളേർ ഇതൊക്കെ ഒന്ന് ഈ വീട്ടൊക്കെ ഒന്ന് കയറ്റി ഇറക്കാൻ ഞാൻ പരിപാടിയില്ല. എനിക്കുള്ള മതി. ഇനി അടുത്ത വർഷം എന്നോട് പറയരുത്. നിങ്ങൾ എപ്പോഴും എന്നെ പറഞ്ഞ് ഞാൻ നിർത്തിയിട്ടോളാം. പിന്നെ എല്ലാ വാർഡിലും ഇങ്ങനെ ഒരു ആന്റിയും ഉണ്ട്, പിള്ളേരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ. പിള്ളേരാണെങ്കിലോ ആന്റിയെ കാണുമ്പോഴേ ഒളിക്കാൻ നോക്കും. പക്ഷെ ആന്റി ഉണ്ടോ വിടുന്നു. അടുത്തത് ഒരു ലീഡ് ഗായകൻ, ഒരു ജൂനിയർ ദാസേട്ടനാണെന്നാണ് പുള്ളിയുടെ വിചാരം. പക്ഷേ സത്യം നമുക്കല്ലേ അറിയൂ. അത് പണ്ടൊക്കെ നമ്മൾ നന്നായിട്ട് പള്ളിയിൽ പെർഫോം ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ ഭയങ്കരമായിട്ട് ഗരിതുള്ളതാണ്, നല്ല അപ്രിസിയേഷനുള്ളതാണ്. തൊണ്ടയ്ക്കൊരു ചെറിയൊരു ഗരിയിരിപ്പുണ്ട്. അത് 8ാമത്തെ വീട് ആയതുകൊണ്ട്. പക്ഷെ അത് ഇത്തിരി ചൂടുള്ള കിട്ടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്തിരി ചൂടുള്ള നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളതിന് ഈ പിച്ചും താളവും ശ്രദ്ധിക്കണം കേട്ടാ. പിന്നെ അത് മാത്രമല്ല നമ്മള് എന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര പറ്റുള്ളൂ എനിക്കറിയാം. പിന്നെ എന്താ ചെയ്യാം, നമുക്ക് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാം. ഇനിയുള്ളത് ആരാണെന്നോ? ഡാൻസ് തലയ്ക്ക് പിടിച്ച കുറെ ആന്റിമാർ. അതെ, ആദ്യം ഞാൻ എന്റെ സ്റ്റെപ്പ് പഠിപ്പിക്കാതെ 1 2 1 2 1 go. നമ്മൾ ഇതൊരു ആഘോഷമായിട്ട് കൊണ്ടു നടക്കുമ്പോൾ ഇതെപ്പോ തീരുമെന്ന് തല പുകഞ്ഞ് ആലോചിക്കുന്ന മറ്റു ചിലരുമുണ്ട് ഇവിടെ. പക്ഷേ എല്ലാ പിള്ളേരും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഒത്തിരി ഇൻട്രസ്റ്റ് ആയിട്ട് ക്യാരളിങ്ങിന് വരുന്നവരുമുണ്ട്. ക്യാരളിങ്ങിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫുഡ് തന്നെയാണല്ലോ. ഞങ്ങൾക്കുമുണ്ടൊരു ചേട്ടൻ, ഒരു ഫുഡ് സ്പെഷ്യലിസ്റ്റ്. അതൊന്ന് പോയി ടേസ്റ്റ് ചെയ്തിട്ട് അത് നല്ലതാണെന്ന് നോക്കട്ടെ. ഈ വട കഴിച്ചായിരുന്നോ? നല്ല അടിപൊളി പറയാ കേട്ടോ. നമുക്ക് അടുത്തോണ്ട് ഇവിടെ ഓർഡർ ചെയ്താൽ മതി. ക്രിസ്മസ് എല്ലാവർക്കും ഒരു സന്തോഷത്തിന്റെ സമയമാണല്ലേ. എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. എന്തൊരു തണുപ്പ്! കേട്ടൊന്നും ഇട്ടിട്ടില്ലേ? 3 ദിവസം അടുപ്പിച്ച് ജോലിയായിരുന്നു. എത്ര അഡ്മിഷനുണ്ടായിരുന്നറിയോ? എന്തോ ഒരു തിരക്കായിരുന്നു. വീട്ടിൽ വന്നാലോ ഒന്ന് ഇരിക്കാൻ സമയമില്ല. അത് നമുക്ക് പോയാലോ? ഒരു വശത്ത്
ചെണ്ടമേളം കൊഴുകൊഴുക്കുന്നു. മറുവശത്തോ സന്തോഷമുള്ളിലൊതുക്കി മറ്റു ചിലർ. അവസാനമിതാ എല്ലാവരെയും ഭക്ഷണം കൊടുത്ത് സന്തോഷിപ്പിക്കുന്ന നമ്മുടെ സ്റ്റാർ ആന്റി. അയ്യോ, നിങ്ങളെല്ലാരും പോവാണോ? ഞാനുണ്ടാക്കിയ അച്ചപ്പവും കുഴലപ്പവും ഒന്നും കഴിച്ചില്ലല്ലോ. പോകുന്നതിന് മുമ്പ് എല്ലാവരും ആന്റി ഉണ്ടാക്കിയ പലഹാരം പാക്ക് ചെയ്തുകൊണ്ട് പോയിക്കോട്ടാ. അച്ഛൻ ഞാൻ ഇച്ചിരി ഫ്രൂട്ട് കേക്ക് പാക്ക് ചെയ്ത് തരട്ടെ. ഞാൻ ഉണ്ടാക്കിയതാ, നല്ല ടേസ്റ്റാ. നിങ്ങൾ ഫ്രൂട്ട് കേക്ക് കഴിച്ചായിരുന്നാ? ഞാൻ ഫ്രൂട്ടൊക്കെ 1 മാസം മുമ്പേ റമ്മിലിട്ട് വെച്ചതാ. നല്ല ടേസ്റ്റാ, കഴിച്ചു നോക്കിക്കോ. ഇനിയും ഒത്തിരി പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല. നമുക്ക് സെയിന്റ് ജോൺസ് വാർഡിന്റെ ക്യാരോളിംഗ് അങ്ങ് തുടങ്ങിയാലോ? എല്ലാരും പെട്ടെന്നൊന്നേ പ്ലീസ്, നമുക്ക് ഒരുപാട് പോകാം. വേഗനാട്ടെ. എല്ലാവരും വേഗം വന്ന് പാട്ട് പാടും. ഞാൻ ഒത്തിരി കൂട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാ ഞാൻ പോയി എന്തൊക്കെ ഐറ്റംസ് ഉള്ളതെന്ന് നോക്കിയിട്ട് വരട്ടെ. Kids, come on! We have to sing a song now. Come on, we already did this song. Come on, let's be more positive. Uncles and aunties worked really hard to make this the best Christmas ever for us. നടന്ന് കാലം ഒക്കെ വേദന എടുക്കുന്നേ. ഒന്ന് തുടങ്ങുന്നേ. ഓക്കെ, എന്നാ നമുക്ക് പാട്ട് തുടങ്ങിയാല. ഫോണിലത്തെ 5ാമത്തെ പാട്ട് കേട്ടോടെ തുടങ്ങാം. കണ്ണു കണ്ണു കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനാ, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ നിലക്കുറിഞ്ഞ കണ്ണു കണ്ണു Abraça-me,
ലൈവ് കുഴിമന്തിയൊക്കെ കാണും. നിക്ക് ഒരാഴ്ച കൂടിയുണ്ട്. 1, 2, 3, 4. ക്യാരലിംഗ് ഇങ്ങനെയൊക്കെയാണ്. ഇനി ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക് പോവാണേ. അയ്യോ, ആരും പോകല്ലേ. നമ്മളൊരു അത്യാവശ്യ കാര്യം മറന്നു. Merry Christmas!